ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കോറ എടുത്ത് വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ കുട്ടികൾക്ക് കൂളുണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന അതേ റാഗി തന്നെയാണിത്. ചില സ്ഥലങ്ങളിൽ ഇതിന് മുത്താറി എന്നും പറയും. ഞങ്ങൾ പാലക്കാട്ടുകാർ ഇതിന് കോറ എന്നാണ് പറയുക. അപ്പോൾ ഈ കോറ കൊണ്ട് നല്ലൊരു കൂളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കോറ കഞ്ഞി എന്ന് വേണമെങ്കിൽ പറയാം. തീരെ ചെറിയ കുട്ടികൾക്ക് കോറക്കൂൾ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇത് ചവച്ചരച്ച് കഴിക്കാറായ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാനുള്ള കോറക്കൂളാണ്. ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ ഗ്ലാസ് നിറയെ കോറ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരുന്നതിന് വേണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. നിങ്ങൾ അരമണിക്കൂർ വെച്ചില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. ഇനി ഇതിലെ വെള്ളം മാറ്റിയതിന് ശേഷം അരച്ചെടുക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 2 തവണയായിട്ടാണ് ഞാൻ കോറ അരച്ചെടുക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് അരയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് കോറ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് അരിച്ചതിന് ശേഷം അതിൻ്റെ ആ പാല് പോലെ കിട്ടുന്ന ആ വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ ചണ്ടിയൊക്കെ നമുക്ക് കളയാം. അതിനുവേണ്ടി നമ്മൾ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന കോറ ഇപ്പോൾ ഒരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്ര തിക്നെസ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അരയ്ക്കുമ്പോൾ തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അത് അരഞ്ഞ് കിട്ടില്ല. നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോഴും ഇത് തിക്കായി തന്നെയാണുള്ളത്. നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അരിപ്പയിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. വെള്ള നിറത്തിൽ പാല് പോലെ കിട്ടുന്ന ഈ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇത് നമുക്ക് കളയാം, ഇത് ആവശ്യമില്ല. എല്ലാ കോറയും അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ മാവ് അടിഞ്ഞിരിക്കും. ഈ മാവ് കൊണ്ടാണ് നമ്മൾ കോറക്കുറുക്ക്, കോറക്കൂള് എന്നൊക്കെ പറയുന്ന കോറക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇൻഡക്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കൈ മാറ്റാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിൽ ഇളക്കൽ തന്നെയാണ് മെയിൻ പണി. കരിയാതെ നല്ലതുപോലെ ഇളക്കി നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ ഇളക്കിയില്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് വരും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കട്ട പിടിക്കാതെ കൈ മാറ്റാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഇളക്കൽ തന്നെയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. കോറയെടുത്ത ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാച്ചിയ പാലായാലും കാച്ചാത്ത പാലായാലും കുഴപ്പമില്ല, ഏത് പാലായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കുക. പാൽ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. തിളയ്ക്കുന്നത് വരെ നന്നായി ഇളക്കുക. പാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കൂടുതൽ പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ പാൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തിളയ്ക്കുന്നത് വരെ കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തോളമാണ് ഞാനിവിടെ ചിരകിയെടുത്തിരിക്കുന്നത്. തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇനി കുറച്ച് കിസ്മിസ് കൂടി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഇനി കുറച്ച് ബദാം കൂടി വറുത്തെടുക്കുക. ബദാം ചെറിയ പീസുകളായി മുറിച്ചെടുത്തതിന് ശേഷം വറുക്കുക. കോരക്കഞ്ഞി നമ്മളിവിടെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത കാഷ്യൂ നട്ടും കിസ്മിസും ബദാമും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കോരക്കഞ്ഞി ഞാൻ ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കുന്നത്. കാഷ്യൂ നട്ടും കിസ്മിസും ഒന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഇളക്കിയില്ലേ, ആ സമയത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ ബൈ.